പഠനം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ജോലി കിട്ടിയിട്ടുള്ള ഒരു സുഹൃത്ത് ഈ അടുത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാലറി കിട്ടിയതിന് ശേഷമാണ് എന്നെ വിളിച്ചത്. 35,000 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ 35,000 രൂപ എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം അദ്ദേഹത്തിന്റെ ചോദ്യമായിരുന്നത്. ഈ കാര്യം ഞാൻ എങ്ങനെ ചെയ്തു എന്നറിയുന്നതിനായിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനം വരാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം എന്തായിരുന്നു? എന്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 1000 രൂപയായിരുന്നു. ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2000 ജൂലൈ 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. 1000 രൂപയായിരുന്നു ശമ്പളം. അതിലെ എന്റെ ആദ്യത്തെ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയുടെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം എത്രയാണെന്നും നിങ്ങളുടെ ആദ്യത്തെ സേവിങ്സ് എത്രയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഈ സുഹൃത്ത് നമ്മളോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ 35,000 രൂപ ശമ്പളം കിട്ടിയിട്ടുള്ള ആള് എങ്ങനെയാണ് കാര്യങ്ങൾ ഫിനാൻഷ്യലി മുന്നോട്ട് പോകുന്നതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത്. എപ്പോഴും നമ്മൾ ക്ലാസിക്കലായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട് അല്ലെ, 50-30-20 50-30-20 റൂൾ. ഇൻകത്തിന്റെ 50% നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്കും 30% ആവശ്യങ്ങൾക്കും 20% ഇൻവെസ്റ്റ്മെന്റിനും അല്ലെങ്കിൽ സേവിങ്സിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഈ ചെറുപ്രായത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് 50-45-15 എന്നുള്ളൊരു പ്രൊപ്പോർഷനാണ്. 50% അദ്ദേഹത്തിന്റെ അത്യാവശ്യ ചെലവുകൾ, താമസം, ഭക്ഷണം, പിന്നെ വീട്ടിൽ കൊടുക്കുന്ന പൈസ, അങ്ങനെയുള്ളതടക്കം 17,000 രൂപ ഈ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു. ബാക്കി വരുന്ന ഒരു 13,000 രൂപ അത്യാവശ്യം അല്ലെങ്കിലും ഇപ്പോ പഠനമൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടിയ നിലയ്ക്ക് ആദ്യത്തെ കുറച്ച് സമയം കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റുകൾ, ഇപ്പൊ യാത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിനിമ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബുക്ക് വായിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് വരും. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ, ഓൺലൈൻ ലേണിംഗ് ഒക്കെ ചെയ്യാനായിട്ടും ഈ 13,000 രൂപ ഉപയോഗിക്കാനായിട്ട് വരും. ബാക്കി വരുന്ന 5,000 രൂപ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഈ 5,000 രൂപയെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സാധാരണ രീതിയിലുള്ള സേവിങ്സും മറ്റൊരു ഗ്രോത്ത് ഓറിയന്റഡ് സേവിങ്ങും നടത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനായിട്ട്. 2,000 രൂപ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഉള്ള ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് നിക്ഷേപമായിട്ട് ചെയ്യുക. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും ഈ 2,000 രൂപ വെച്ച് ഒരു നിശ്ചിത കാലത്തേക്ക്, പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ 5 വർഷം, ബാങ്കിലാണെന്നുണ്ടെങ്കിൽ 6 മാസം മുതലുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾക്ക് ഒരു കോമ്പൗണ്ടിങ് രീതിയിൽ, ക്വാർട്ടർലി കോമ്പൗണ്ടിങ് രീതിയിൽ ഒരു നേട്ടം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അങ്ങനെ ഒരു കോർപ്പസ് ഉണ്ടാക്കുന്നതിനായിട്ട് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അത് 2,000 രൂപയുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. എപ്പോഴും തുടക്കക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക ഫിനാൻഷ്യൽ ഗോളൊന്നും മിക്കവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. എങ്കിലും നമ്മളുടെ ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിംഗ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എന്നുള്ളൊക്കെ രീതിയിൽ ഒരു 3,000 രൂപ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. UTI Nifty 50 ഇൻഡെക്സ് ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടേം ഓപ്ഷനാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ 3,000 രൂപ വെച്ച് ഓരോ മാസവും നിക്ഷേപിക്കുക എന്നുള്ളത്. ഓരോ മാസവും നിക്ഷേപിക്കുന്ന രീതിയായിട്ടുള്ള SIP രീതിയിലാണ് ഈ നിക്ഷേപം നടത്താനായിട്ട് പറഞ്ഞത്. 10-20 വർഷം ഇങ്ങനെ ഒരു 3,000 രൂപ വെച്ച് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ അദ്ദേഹത്തിന് ഉണ്ടാവും, ആവറേജ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും എമൗണ്ട് ഒരു 20 വർഷം 3,000 രൂപ വെച്ച് ഓൺ ആൻ ആവറേജ് 12% ഗ്രോത്ത് കിട്ടിയാൽ ഇത്രയും എമൗണ്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ആയിരുന്നു പ്രധാനമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത്. ഇനി കുറച്ച് ടിപ്പുകൾ, ഫിനാൻഷ്യൽ പ്ലാനിങ് ടിപ്സ് കൂടെ പറഞ്ഞു കൊടുത്തു. അത് കാണുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എംപ്ലോയി എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള കാര്യം ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾക്ക് നമ്മളുടെ ജോലിയിൽ ഉയർന്നു പോകാൻ പറ്റുന്ന പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക. അത് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളായാലും അല്ലെങ്കിൽ പുറമേയുള്ള കോഴ്സുകളായാലും നമ്മളുടെ സ്കില്ലുകൾ ഫ്രീക്വന്റ്ലി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തത് വെറും 1,000 രൂപയുള്ള ഒരു പഠിപ്പിക്കുന്ന ഒരു ജോലിയായിരുന്നു. തുടർന്ന് എനിക്കൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്നുള്ള ഒരു ജോലി കിട്ടിയപ്പോൾ എൻ്റെ ശമ്പളം 2,500 ആയിട്ട് ഉയർന്നു. മറ്റൊരു സ്കില്ല് പഠിച്ച് പുതിയൊരു ജോലിയിലേക്ക് പോയപ്പോൾ അത് 6,000 ആയി. പിന്നെ അവിടെ തന്നെ ആ കമ്പനിയിൽ തന്നെ
ഞാൻ കുറച്ചുകൂടെ അഡീഷണൽ എഫേർട്ടൊക്കെ എടുത്ത് പഠിച്ചപ്പോൾ ആ 6000 എന്നുള്ളത് 13,000 വർദ്ധിച്ചു. തുടർന്ന് കുറെ കൂടെ ഇന്റൻസീവായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ആ 13,000 രൂപ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ചെന്നൈയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു 28,000 രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് മാറി. അവിടെ കൂടുതൽ കാര്യങ്ങളിൽ എൻഗേജ് ഒക്കെ ആയി ഒരു 5 വർഷത്തോളം വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും UK-യിലുമായിട്ട് നമുക്ക് പ്രോജക്റ്റ് അവസരങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് ഏകദേശം 13 വർഷമായിട്ട് ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുകയും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സേവ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ എന്നുള്ളതല്ല പ്രധാനം. ഒരു തുടക്കക്കാരനായിട്ടുള്ള എംപ്ലോയിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വേണ്ടത് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുത്ത് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. ലഹരിയും ലഹളയൊന്നും ഇല്ലാത്ത രീതിയിൽ പരമാവധി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനാണ് ശ്രമിച്ചു. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. ആ മെഡിക്കൽ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യുകയും കുറച്ച് സമയത്തിന് ശേഷം ഒരു പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ കുറച്ച് സമയത്തിന് ശേഷം ഒരു നല്ല ടേം ഇൻഷുറൻസ് ഒരു 2 കോടിയോ അതിൽ കൂടുതലോ ഒക്കെ കവറേജ് ഉള്ള ടേം ഇൻഷുറൻസ് കുറച്ചുകൂടെ സമയത്തിന് ശേഷം എടുക്കാനായിട്ട് പറഞ്ഞു. ഇത് കൂടാതെ ഒരു നമ്മളുടെ ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കായിട്ടുള്ള ഈ ഒരു കോർപ്പസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതുപോലെ ലോങ് ടേമിലേക്കുള്ള ഒരു കോർപ്പസ് ഉണ്ടാവണം. ഷോർട്ട് ടേമിലേക്കുള്ള കോർപ്പസിന് വേണ്ടിയിട്ട് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിനായിട്ട് ഈ UTI Nifty 50 ഇൻഡെക്സ് ഫണ്ട് പോലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടുകൾ വാങ്ങിക്കൊണ്ട് ഒരു വെൽത്ത് ബിൽഡിംഗ് നടത്താനായിട്ട് പറ്റും. ഈ എപ്പോഴും ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഗോളൊന്നും ഇല്ലാത്തത്. പക്ഷേ തുടർന്ന് വരുന്ന സമയങ്ങളിൽ ഗോൾ ഓറിയന്റഡ് ആയിട്ട് നിക്ഷേപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ വർഷവും കഴിയുന്തോറും നമ്മുടെ ഏർണിങ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും കൂട്ടിക്കൊണ്ടുവരാനും ശ്രമിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏർണിങ്സിന്റെ 75% എനിക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തട്ടിപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതായത് മിക്കവാറും എല്ലാ ഓഫീസുകളിലും 1-2 ആളുകൾ MLM സ്കീമുകൾ വഴി കൂടുതൽ ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാടുകൾ വഴി കൂടുതൽ ലാഭം ഉണ്ടാക്കാം, ട്രേഡിംഗ് പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളുമായിട്ട് കോൺടാക്ട് ഉള്ള ആളുകളുണ്ട്. ഇവരെല്ലാം ലെജിറ്റിമേറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ പൈസ നമ്മുടെ കയ്യിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരം തട്ടിപ്പുകളിൽ ഒരു പരിധിയിൽ കൂടുതൽ ലാഭം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുതലടക്കം പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തെ പോലുള്ള യുവജനങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കുകയാണ്. എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, എഫേർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഒരു ആശംസയും കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ഡിസ്കഷൻ അന്ന് അവസാനിച്ചത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഉള്ള ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.